അതെ, അച്ഛൻ കൊടി നിർത്തിയപ്പോൾ എന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അത് മുഴുവൻ വായിച്ച് മുഴുവനാവുന്നതിന് നിർഭാഗ്യവശാൽ അത് പോയി. പിന്നെ ഞാൻ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ അത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. സന്തോഷം കൊണ്ടാണ് കേട്ടോ. അതായത് ഒരു അച്ഛൻ്റെ കൊടി നിർത്തിയപ്പോൾ ആ വീട്ടിൽ വന്ന വ്യത്യാസം ശരിക്കും പല വീടുകളിലും സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ കൊടി നിർത്തിയപ്പോൾ അടുക്കളയിലെ പാത്രങ്ങൾ നിശബ്ദരായി. പിന്നെ പാൽക്കാരൻ ചേട്ടൻ പുഞ്ചിരിച്ചു തുടങ്ങി. മീൻകാരൻ ചേട്ടൻ ആൻ്റപ്പൻ സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങി. പച്ചക്കറിക്കടയിലെ ചേച്ചി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു തുടങ്ങി. പിന്നെ വീടിനുള്ളിൽ ഒച്ചയും ബഹളവും കലഹങ്ങളും ഒന്നുമില്ലാതെയായി. അമ്മയ്ക്ക് ചിരിക്കാൻ അറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? അമ്മ കൂട്ടുകാരുടെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ അമ്മയെ കാണുന്നുണ്ടിപ്പോൾ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് മേക്കപ്പ് ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ആരും കാണാതെ കണ്ണാടിയിൽ നോക്കി രക്തചന്ദനം മുഖത്ത് പുരട്ടുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞങ്ങളുടെ ഭക്ഷണമുറിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ വിശേഷങ്ങൾ പങ്കിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അച്ഛൻ മീശയും മുടിയും കറുപ്പിച്ച് 10 വയസ്സ് കുറഞ്ഞു. പിന്നെയും ഉണ്ട്. അമ്മയുടെ കഴുത്തിൽ കിടന്ന കറുത്ത ചരട് മാറി മഞ്ഞ സ്വർണ്ണത്താലി കാണാൻ തുടങ്ങി. അമ്മയും അച്ഛനും സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നു, സിനിമ കാണാൻ പോകുന്നു. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം എന്താണെന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുപ്പിയിൽ നിന്നും ഒരു പെഗ്ഗിലേക്ക് മാറിയാൽ പോലും ഇത്രയ്ക്ക് വ്യത്യാസങ്ങൾ കാണാം. എന്നിട്ട് അതിന് കുറച്ചും കൂടി എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരിങ്ങനെ ഒരുപാട് കുടുംബം സങ്കടം സഹിക്കുന്നതും ഇതിലൂടെ നഷ്ടം വരുന്നതെല്ലാം. അതിൽ പിന്നെയും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇതാണ്. അപ്പോൾ കുടിയുടെ കാര്യം ഒരുപാട് ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ നമുക്കുള്ള സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതിലെത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ ചട്ടിയും കലങ്ങളും ഒന്നും പൊട്ടിപ്പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരോടും തുറന്ന മനസ്സോടെ ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാത്തപ്പോൾ ചുറ്റുമുള്ളവരുടെ എന്താ വിചാരം? നമ്മളെ കാണുമ്പോൾ അവൻ്റെ അച്ഛൻ പാവം ഇന്നലെയും കുടിച്ച് ആടി പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് പൈസ കടം ചോദിക്കാനോ ഒന്നിനൊന്നും ഒരു മടിയും ഉണ്ടാവില്ല. മദ്യത്തിന് അടിമപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയിൽ എനിക്കറിയാവുന്നതാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല ടോപ്പ് ലെവലുള്ള ആൾക്കാർ ഇതങ്ങോട്ട് കഴിച്ച് നമ്മുടെ ആ ഒരു കൺട്രോൾ വിട്ടാൽ ആരോടും കൈനീട്ടി പൈസ വാങ്ങിക്കും. ആരുടെ കൂടെ വേണമെങ്കിലും പോയി കുടിക്കാൻ തയ്യാറാവും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിൽ പ്രത്യേകം പറയാം, നിങ്ങളൊരു പെഗ് കഴിക്കൂ, കുഴപ്പമില്ല. ഒരുപാട് കുടിക്കുമ്പോഴാണ് കുടുംബത്ത് നമുക്കും സ്വയം പ്രശ്നങ്ങളുണ്ടാവുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് അത് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം കൊണ്ട്, അതായത് ആ ഒരു കുടുംബത്തിനുണ്ടായ ഒരാളുടെ അനുഭവമായിരിക്കാം ഒരു പക്ഷെ പറഞ്ഞത്. നല്ല വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം അച്ഛൻ കൂടി നിർത്തിയപ്പോൾ പൈസ വീട്ടിലേക്ക് വരാൻ തുടങ്ങി, ബുദ്ധിമുട്ട് മാറാൻ തുടങ്ങി. മറ്റേത് പാൽക്കാരനോട് കടം പറയണം, പച്ചക്കറിക്കാരനോട് കടം പറയണം, എല്ലാവരോടും കടം പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് അച്ഛൻ കുടി നിർത്തിയപ്പോൾ എന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഉള്ളടക്കം.